സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വൃശ്ചികം രാശിയിൽ ജനിച്ച വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം നക്ഷത്രം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്ക് ഈ കർക്കിടക മാസത്തിൽ വരുന്ന ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഏതൊക്കെ രീതിയിലായിരിക്കും ജാതകനിൽ വന്ന് ഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും വിശദീകരിക്കുന്നത്. അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ സമയത്തെ ഗ്രഹസ്ഥാനങ്ങളെന്ന് പറയുന്നത് ആദ്യമേ ബുധനും ശുക്രനും മൗഢ്യം സംഭവിക്കുന്ന കാലഘട്ടമാണ്. കൂടാതെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്ന പൊതുവിലുള്ള കാര്യമാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. അസ്ഥിരത, വിപരീത ബുദ്ധി, വിദ്യാർത്ഥികൾക്ക് ഓർമ്മക്കുറവ്, പ്രകൃതിക്ഷോഭം, മിന്നൽ, പ്രളയം, കൊടുങ്കാറ്റ് എന്നിവയൊക്കെ വരും. രാഷ്ട്രീയപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ, കോടതിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തിരിച്ചടികൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വഴിയുള്ള പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഈ സമയത്ത് രൂപപ്പെടാവുന്ന സാഹചര്യങ്ങളാണ്. കൂടാതെ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, പകർച്ചവ്യാധികളായ രോഗങ്ങൾക്ക് സാധ്യത, നിരപരാധികൾ കുറ്റാരോപിതരാകാനുള്ള സാഹചര്യം, ആചാരലംഘനം, അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രശസ്തമായ ഓരോ കാര്യത്തിലും ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ആഭിചാരക്രിയകൾ, മറ്റ് ദുർമന്ത്രവാദങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ അസുഖങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഈ സമയത്ത് വരുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. ജൂലൈ 16 ആയിരുന്നു കർക്കിടക മാസ ആരംഭം എന്ന് പറയുന്നത്. ഉദയാൽപരം 12:13 ചെന്നപ്പോഴാണ് കർക്കിടക മാസം ആരംഭിച്ചത്. ഈ സമയത്ത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക്, അതായത് വിശാഖം നക്ഷത്രത്തിലേക്കാണ് സംക്രമിച്ചത്. അതുപോലെ തന്നെ ചൊവ്വ, വ്യാഴം ഇടവൻ രാശിയിലും, ബുധൻ, ശുക്രൻ എന്നിവ കർക്കിടകൻ രാശിയിലും, കേതു കന്നിരാശിയിലും, ചന്ദ്രനും ഗുളികനും തുലാം രാശിയിലും, ശനി കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ട സംക്രമണമാണിത് എന്ന് പറയുന്നത്. ഇവിടെ ഇതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ പൊതുബലങ്ങളാണ്. ഈ പൊതുബലങ്ങൾ ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹങ്ങളുടെ പൊതുവായ സ്ഥിതിയെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ഒരു വ്യക്തി അനുഭവിക്കുന്ന ഫലങ്ങൾ ഈ പറഞ്ഞ പൊതുബലങ്ങളോട് ഒപ്പം തന്നെ അവരുടെ ജനന സമയത്തെ ഗ്രഹനിലയെയും അതിൽ നിന്നുണ്ടാകുന്ന യോഗങ്ങളെയും നിലവിലെ ദശ, അപഹാരങ്ങൾ എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും ഈ പൊതുബലങ്ങളെ ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിശദമായിട്ട് ഒരു ജാതക വിശകലനം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്താൽ നല്ല ഫലങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാൻ സാധിക്കും. പ്രതികൂല സമയങ്ങളെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ വൃശ്ചിക രാശിയിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകരുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടെ നമുക്ക് നോക്കാം. വൃശ്ചിക രാശിക്കാർക്ക് പങ്കാളികളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ കുടുംബ ബന്ധുജനങ്ങളുമായി കലഹം ഉണ്ടാക്കും. ഭാര്യ ഭർത്തൃ ഐക്യത കുറവുണ്ടാകും. ഭക്ഷണ സുഖക്കുറവുണ്ടാകും. ഉദര സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ അലട്ടുവാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാസ്ഥ്യങ്ങളും ജീവിതത്തിൽ തെറ്റിദ്ധാരണകളും ഉടലെടുക്കാം. ഇത് കുടുംബത്തിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുകയും ബന്ധുജനങ്ങളുമായി അകൽച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്നുള്ളതാണ്. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുന്നത് വളരെ പ്രശ്നമാണ്. ദഹനക്കുറവ്, ആസിഡിറ്റി, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് വഴിതെളിക്കും. ജന്മപരമായിട്ട് ഗ്രഹനിലയിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ വ്യവഹാര പരാജയം, പിതാവിന് അസുഖങ്ങൾ, സാഹിത്യത്തിൽ താൽപ്പര്യം, അതുവഴി പ്രശസ്തി എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത നൽകുന്നു. നിയമപരമായ കാര്യങ്ങളിൽ പ്രതികൂല ഫലങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്നാൽ സാഹിത്യരംഗത്ത് ശോഭിക്കുവാൻ, അംഗീകാരം നേടുവാനും കഴിയും. സാഹിത്യ രംഗത്ത് എന്ന് പറയുമ്പോൾ സാഹിത്യമായിട്ട് തന്നെ എടുക്കണമെന്നില്ല. ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പഠനത്തിൽ കൂടെ ശ്രദ്ധിച്ചാൽ അതിൽ ആ ഒരു രീതിയിലും അത് വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അമിതമായിട്ടുള്ള കോപശീലം മൂലം ജീവിതത്തിൽ ഒട്ടനവധി നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയം. വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുകയും തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും. ജീവിത പങ്കാളിക്കോ
ബന്ധുജനങ്ങൾക്കോ ഗുരുതരമായ അസുഖങ്ങൾക്കോ അപകടങ്ങൾക്കോ സാധ്യതയുള്ള ആ ഒരു സമയമാണ്. അതുകൊണ്ട് അതിലേക്കായുള്ള കരുതലുകൾ കൂടി എടുക്കുക എന്നുള്ളതാണ്. കൂടാതെ ജാലവിദ്യ, സർക്കസ് തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കുവാൻ കഴിയുന്ന മാസമാണ്. കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. സ്ത്രീകൾ മൂലം ധനലാഭം ഉണ്ടാകുമെങ്കിലും മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ചിലർക്ക് കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ ദോഷമായ അനുഭവങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി കലഹം, മിത്രങ്ങൾ ശത്രുക്കളാകുക, അതുപോലെ തന്നെ സന്താനങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക, വിശ്വസ്തരിൽ നിന്നുള്ള വഞ്ചന തുടങ്ങിയ ദോഷഫലങ്ങൾ കൂടി ഈ സമയത്ത് സംഭവിക്കാം. ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന സാഹചര്യങ്ങൾ വളരെ 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 ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ആത്മസംയമനവും നിയന്ത്രിക്കാനുള്ള കഴിവും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം കൂടിയാകുമ്പോഴാണ് ഈ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുന്നത്. പണമിടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം. അടുത്ത ബന്ധുക്കളുമായി പോലും തന്നെ ഇടപാടുകൾ നടത്തുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത് പിന്നീടുള്ള ഭാവിയിലേക്കുള്ള തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ്. ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. ഈശ്വരവിശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. ആത്മീയതയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും മനസമാധാനം കണ്ടെത്തുകയും ചെയ്യും. പ്രാർത്ഥനകളിലൂടെയും ധ്യാനത്തിലൂടെയും മാനസിക ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ആ ഒരു ശക്തിവർദ്ധന മാത്രമാണ് ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മുടക്കങ്ങൾ വരുത്താതെ ശ്രദ്ധിക്കുക. ജാതകത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുന്നവർക്ക് പുതുവസ്ത്രലാഭം, വിദ്യാവിജയം, സാമ്പത്തിക പുരോഗതി, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ്, മുടങ്ങിക്കിടക്കുന്ന ബിസിനസ് പുനരാരംഭിക്കുവാനുള്ള അവസരം, വിദേശയാത്ര, ആരോഗ്യവർദ്ധനവ് എന്നിവ ഉണ്ടാകും. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പുരോഗതിയും അംഗീകാരവും പ്രതീക്ഷിക്കാവുന്ന സമയം. എന്നാൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുകയും പലവിധത്തിൽ ധനക്ലേശങ്ങൾ വർദ്ധിക്കുകയും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാകുകയും ചെയ്യാം. സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ചിട്ടയും വേണം എന്നുള്ളതാണ്. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ഇവിടെ വിശാഖം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൻ്റെ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് 3 ശനിയാഴ്ച, ജൂലൈ 25 വ്യാഴാഴ്ച ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാട് കാര്യങ്ങളൊക്കെ നടത്തിയാൽ വളരെ ഉത്തമമായിരിക്കും. അനിഴ നക്ഷത്രക്കാരും അതുപോലെ കർക്കിടക മാസത്തിൽ പക്കപ്പിറന്നാൾ വരുന്ന ഓഗസ്റ്റ് 14 ബുധനാഴ്ച, അനുജന്മ നക്ഷത്രമായി വരുന്ന ഓഗസ്റ്റ് ഞായറാഴ്ച 4-ാം തീയതി, ജൂലൈ 26 വെള്ളിയാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇതുപോലെ തന്നെയാണ് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ കർക്കിടക മാസത്തിൽ പക്കപ്പിറന്നാൾ വരുന്ന ജൂലൈ 18 വ്യാഴാഴ്ച, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച, ജൂലൈ 27 ശനിയാഴ്ച ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും നടത്തുന്നത് വളരെ അത്യുത്തമമായിരിക്കും എന്നുള്ളതാണ്. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് വൃശ്ചികം രാശിക്കാർക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശനിയാഴ്ച ദിവസമാണ് ഉത്തമം എന്ന് പറയുന്നത്. ശനി വക്രഗതിയിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 11 ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സിദ്ധി ഗണപതിയെയോ മഹാഗണപതിയെയോ ദർശിച്ച് നെയ്വിളക്ക്, മോദകം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വൃശ്ചികം രാശിക്കാർക്ക് വലിയ അനുഗ്രഹമായി മാറും എന്നുള്ളതാണ്. ഈ രീതിയിലാണ് വൃശ്ചിക രാശിയിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിലേക്ക് വരുന്ന ശുഭാശുഭ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.